ഹായ് എവ്രി വൺ. ജൂനിയർ അനലിസ്റ്റ് KMML-ന്റെ കംപ്ലീറ്റ് സിലബസ് PSC ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു കഷ്ടി 2.5 മാസമാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ എനിക്ക് വരുന്ന 1-2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതൊരു ക്രാഷ് പ്രോഗ്രാം മാതിരി കുറച്ച് ടോപ്പിക്സ് മാത്രം കവർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണോ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം. നോക്കൂ, അതിനു മുൻപേ നിങ്ങൾക്ക് സിലബസ് ഞാനൊന്ന് കാണിച്ചു തരാം. അറ്റോമിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്കാണ് മൊഡ്യൂൾ 1-ലുള്ളത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ സിലബസ് വന്നതിന് ശേഷം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങൾക്ക് തന്നതാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കവർ ചെയ്തത് മൊഡ്യൂൾ 1 ആണ് എന്നുള്ളതും പറഞ്ഞതാണ്. നോക്കാം, മൊഡ്യൂൾ 1-ൽ ഇവർ കെമിക്കൽ ബോണ്ടിങ്ങും അറ്റോമിക് സ്ട്രക്ചറുമാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഇവിടം വരെ എന്താണ്? യെസ്, നമ്മുടെ അറ്റോമിക് സ്ട്രക്ചറാണ്. പിന്നീടുള്ളത് യെസ്, നമ്മുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആണ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് ബോറോൺ, കാർബൺ, സൾഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്സോ ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പി ബ്ലോക്കും നമുക്ക് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് ബോൺ ഹേബർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ടോപ്പിക്കും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീക്കിൽ നമ്മൾ കവർ ചെയ്തത് മൊഡ്യൂൾ 1 ആണ് എന്ന്. ആ മൊഡ്യൂൾ 1 എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ നമ്മുടെ മൈ കോഴ്സസിലേക്ക് പോയാൽ ജൂനിയർ അനലിസ്റ്റിൻ്റെ കോഴ്സ് ഉണ്ടാകും. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾസ് കാണാൻ പറ്റും. അതായത് മന്ത്ലി എന്തൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യണോ, വീക്ക്ലി എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ മൊഡ്യൂൾ 1 ആണ് കവർ ചെയ്യുന്നത്. സെക്കൻഡ് വീക്ക്, അതായത് ഈ വീക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആൻഡ് 3 ആണ്. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. കംപ്ലീറ്റ് സിലബസും നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്ത് കഴിയും. നോക്കാം നമുക്ക് എന്തായാലും മൊഡ്യൂൾ 1 എത്രത്തോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതും ഞാനൊന്ന് കാണിച്ചു തരാം. മൊഡ്യൂൾ 1-ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, നമ്മൾ പറഞ്ഞതുപോലെ കെമിക്കൽ ബോണ്ടിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രക്ചർ ഓഫ് ആറ്റം, പി ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇനി ഞാനൊരു കാര്യം പറയാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാം നോക്കൂ, ഇതാണ് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ വേവ് നമ്പർ ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം. ഞാൻ ചോദിക്കട്ടെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടെസ്റ്റ് കാണാം, അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ ബോർ മോഡലും ഹൈഡ്രജൻ സ്പെക്ട്രയും നോക്കുകയാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും ബോർ മോഡലിനെ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻ. റേഡിയസ് ആണെങ്കിലും അതിൻ്റെ പ്രോബ്ലംസും, പിന്നീട് വെലോസിറ്റി, എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങൾക്ക് ഹൈഡ്രജൻ സ്പെക്ട്രയെ പറ്റിയാണ് പഠിക്കേണ്ടതെങ്കിൽ കൃത്യമായി എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രയിൽ നിന്ന് വരുന്ന ഡിഫറൻറ്റ് 6 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. തേർഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ആണെങ്കിലും നിങ്ങളുടെ ഹയസ്റ്റ് വേവ് ലെങ്ത്, ലോവസ്റ്റ് വേവ് ലെങ്ത് ഒക്കെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണ്. ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ കഴിഞ്ഞിട്ട് യെസ്, ഇതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്, ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇവരുടെ റിലേഷൻസ് മിക്കവാറും ചോദിച്ചു വരുന്നത് നമ്പർ ഓഫ് സബ്ഷെൽ ഇൻ എ ഷെൽ, പിന്നെ നമ്പർ ഓഫ് ഓർബിറ്റൽസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു വരുന്നതാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണെങ്കിലും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം മിക്കവാറും ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നോക്കിക്കോളൂ എന്തൊക്കെയാണ് നമ്മുടെ യെസ്, ഹൺസ് റൂള്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എല്ലാം കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എല്ലാ സിലബസും പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കാണിച്ചു തരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രാഷ് കോഴ്സ് ആയിട്ടല്ല നമ്മൾ കവർ ചെയ്യുന്നത്. കൃത്യമായി സിലബസ് ഓറിയൻറ്റഡ് ആയി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. യെസ്, ഇനി എന്താണ് കാണേണ്ടത്? നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ എക്സാം പേപ്പറിലേക്ക് വരാം. കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എവിടെ വരണം. യെസ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ലെക്ചർ കാണാൻ പറ്റും. യെസ്, ലെക്ചർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മൊഡ്യൂൾ ഒന്ന് നോക്കാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ.
യെസ്. ബോറോണിൻ്റെ എക്സെപ്ഷൻ ആണെങ്കിലും അതേപോലെ കാർബണിൻ്റെ എക്സെപ്ഷൻ ആണെങ്കിലും പിന്നീട് ലിഥിയം, ബെറിലിയത്തിന് ബോറോണിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ലെക്ചറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ലിഥിയം പിന്നെ ആരെയാണ്? യെസ്, ബോറോണിനാണ് ബെറിലിയത്തിനേക്കാൾ കൂടുതൽ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. പിന്നീട് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ബ്രിഡ്ജ് ബോണ്ട് ഇൻ ഡൈബോറൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ബോണ്ട് നോക്കുകയാണെങ്കിൽ എവിടെ വരണം നമ്മൾ? യെസ്, പി ബ്ലോക്കിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ടത്. പി ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ യെസ്, എവിടെയായിരിക്കും ബ്രിഡ്ജ് ബോണ്ട്? ബോറോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ബൊറാക്സിനെ പറ്റി നിങ്ങൾക്ക് കാണാം. ബൊറാക്സിനെ പറ്റി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്പർ ഓഫ് BOB ബോണ്ട്, BO ബോണ്ട് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബൊറാക്സ് ബീഡിനെ പറ്റി നിങ്ങൾ സംസാരിക്കണം. അതേപോലെ ഡൈബോറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബനാന ബോണ്ട് എന്താണ്? 2 ബ്രിഡ്ജ് BHB ബോണ്ട് എന്താണ്? 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. കൃത്യമായി നിങ്ങൾക്ക് എല്ലാം ഇവിടെ ബോണ്ട് ആംഗിൾ ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ബൊറാസീനെ പറ്റിയാണെങ്കിലും ഓർത്തോബോറിക് ആസിഡിനെ പറ്റിയാണെങ്കിലും സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. യെസ്, എല്ലാ ക്വസ്റ്റ്യനും ഉണ്ട് അല്ലേ? ഇനി കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചിട്ടുണ്ട്, ഫജാൻസ് റൂൾ ചോദിച്ചിട്ടുണ്ട്, MOT അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നോക്കൂ, കെമിക്കൽ ബോണ്ടിങ് വളരെ എക്സ്റ്റെൻസീവായി കവർ ചെയ്തിരിക്കുന്ന ഒരു ലെക്ചർ സീരീസാണ് കെമിക്കൽ ബോണ്ടിങ്ങിന്. 9ഓളം ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ലെക്ചർ ഹാൻഡ് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾക്ക് VSEPR തിയറി ലോൺ പെയറിൻ്റെ കേസസ് ആണെങ്കിൽ ലോൺ പെയറിൻ്റെ കേസസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ലോൺ പെയർ ഇല്ലാത്ത പ്യുവർ ജോമെട്രീസിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെക്ചേഴ്സ് കാണാൻ പറ്റും. എല്ലാം 5 to 10 സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. എക്സാം പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു BRF3യുടെ ഹൈബ്രിഡൈസേഷനും ഷേപ്പുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോൺ പെയറിൻ്റെ കേസാണ് നോക്കേണ്ടത്. നോക്കൂ, യെസ്, ട്രയഗണൽ ബൈപിരമിഡലിൻ്റെ കേസാണല്ലേ? യെസ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഹൈബ്രിഡൈസേഷനും അതോടൊപ്പം തന്നെ ജോമെട്രിയും ഷേപ്പും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. IF3 ഇവിടെ BR ആയിരുന്നെങ്കിൽ നമ്മുടെ ചോദ്യമാണ് BRF3. ഷേപ്പ് T ഷേപ്പാണ്. ജോമെട്രി പറഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷനൊക്കെ എപ്പോഴും ക്ലബ് ചെയ്ത് ചോദിക്കുന്നതാണ്. സ്റ്റെറിക് നമ്പർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏതൊരു ടോപ്പിക് എടുത്താലും, ഇനി ഫജാൻസ് റൂളിനെ പറ്റിയാണെങ്കിൽ ഫജാൻസ് റൂൾ നിങ്ങൾ നോക്കിക്കോളൂ. യെസ്, ഫജാൻസ് റൂളിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പോളറൈസേഷനൊക്കെ ആദ്യത്തെ സ്ലൈഡ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പോളറൈസിങ് പവർ ഒക്കെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇനി ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റി 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളുടെ ലാസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ബോണ്ട് ഹേബർ സൈക്കിൾ. നോക്കൂ, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഐസിൽ എന്തുകൊണ്ട് കുറയുന്നു? യെസ്, കേജ് ലൈക്ക് സ്ട്രക്ചറാണ്. കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. മോളിക്കുലാർ വെയിറ്റ്, സോലുബിലിറ്റി എന്താണെങ്കിലും നിങ്ങൾക്ക് സിലബസിൽ നോക്കാം. ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1നെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനെ പറ്റിയും. ഇനി നമ്മൾ മൊഡ്യൂൾ 2 and 3 നമ്മൾ നമ്മുടെ സിലബസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, മെറ്റലർജി ആൻഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. നോക്കൂ, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് 7 മാർക്കിന് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 3ലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി കവേർഡ് ആണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. ഇതിൻ്റെ ലെക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപേ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ 26 എന്താണ്? വക്കർ പ്രോസസ്സിൽ കോപ്പർ ടു ക്ലോറൈഡ് റീജനറേറ്റ് ദി പലേഡിയം കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. Cu2+ എന്ത് ചെയ്യുന്നു? പലേഡിയം 2 ക്ലോറൈഡിനെ റീജനറേറ്റ് ചെയ്യുന്നു. കൃത്യമായി നിങ്ങളുടെ മെക്കാനിസം അടക്കം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. യെസ്, ഇനി അതേപോലെ നമ്മുടെ ഫെറോസീനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? യെസ്, പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ലെക്ചർ വായിക്കാനുള്ള ഒരു സമയം മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഫെറോസീനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
മെറ്റൽ കാർബണൈൽ ബോണ്ടിങ്ങിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാം. സിഗ്ലർ നാറ്റ പോളിമറൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് വരുന്നത്. കാരണം എക്സ്റ്റെൻസീവായി കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചേഴ്സ് വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇനി മൊഡ്യൂൾ 2ൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബയോ ഇനോർഗാനിക്കും അതേപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് ലെക്ചേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 80% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സിലബസ് ഓറിയൻറ്റഡ് ആയി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൃത്യമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ ക്ലാരിഫൈ ചെയ്യണം എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. കാരണം ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നു. ഞാൻ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.